സജിന ഫിറോസ് ഉൾപ്പെടെ സജിന ഫിറോസും പിന്നെ രേണു സുധി തുടങ്ങി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഓൾമോസ്റ്റ് കുറേ അധികം പേര് ഇതിനകത്ത് ട്രാപ്പിഡ് ആയവരാണ്. പലരും സന്തോഷത്തോടു കൂടി ട്രാപ്പിങ്ങിൽ പോയി പെട്ടവരാണ്. പലരും പെട്ടുപോയി ഇറങ്ങി വരാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അതിൽ ഒരാളാണ് നമ്മുടെ സജിന ഫിറോസ് ഓപ്പൺ ആയിട്ട് വന്ന് പബ്ലിക്കിൽ പറഞ്ഞൊരു കാര്യമാണ്, യെസ് ഐ ആം ട്രാപ്പിഡ്. ഞാൻ ട്രാപ്പിഡ് ആയിരുന്നു, എന്നെ അവളിൽ നിന്ന് രക്ഷിച്ചത് റസൂൽ പൂക്കുട്ടിയാണ്. പറഞ്ഞോ ഇല്ലയോ, നിങ്ങളൊക്കെ കേട്ട കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്തു? ഇവിടെയുള്ള യൂട്യൂബേഴ്സ് എല്ലാവരുടെ ഏത് സബ്ജക്ട് എടുത്തു? സജിന ഫിറോസും പൂക്കുട്ടിയും തമ്മിലുള്ള ബന്ധമാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്. അതെ, ഞാനും അത് അന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം എന്നുള്ളതാണ്. കുൽസിതമാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം. കുൽസിത്തിന്റെ പിറകെ പോകാൻ ആളുകൾക്ക് വലിയ താല്പര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടല്ലോ അല്ലെ. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കള്ളക്കടത്ത് എന്നൊരു സംഭവം. ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്കൊക്കെ ഈ സ്വർണം കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഭയങ്കര രീതിയിൽ ബാധിക്കുമെന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ ഷെഫീന ബീവി ഏകദേശം ഒരു 2-4 ആഴ്ച മുമ്പ് എങ്ങാനും ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഷെഫീന ബീവി ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വരുന്ന സമയത്താണ് ഞാനത് കാണുന്നത്. അതായത് ഒരു പ്രസ്തുത വ്യക്തി സ്വർണം കടത്തി കൊണ്ടുവന്ന് അതിന്റെ ഒറിജിനൽ ഓണേഴ്സിന്, അതായത് കള്ളക്കടത്ത് ടീമിന് കൊടുക്കാതെ സ്വന്തം പോക്കറ്റിൽ വെച്ച് വലിയ വിഷയങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് പുറത്തു കൊണ്ടുവന്നിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അന്വേഷണം പോലും വന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മളൊക്കെ ചെയ്ത ചില വീഡിയോസ് ഉണ്ടല്ലോ, അപ്പോൾ ബിഷപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാനും പരാതി എടുക്കാനും ഒക്കെ പോലീസുകാർക്ക് ഭയങ്കര ശുഷ്കാന്തിയുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫോട്ടോസും അദ്ദേഹത്തിന്റെ വീഡിയോസും എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളാനുള്ള പെർമിഷൻ യൂട്യൂബിലൂടെ തന്നെ ഇന്റർവ്യൂകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പെർമിഷൻ ഒരു സൈഡിലൂടെ തന്നിട്ട് ഇപ്പുറത്ത് കൂടെ പറയുന്നു എന്റെ ഫോട്ടോയും വീഡിയോസും ആരും ഉപയോഗിക്കരുത്. ഒരുപാട് വീഡിയോസ് ഉണ്ട് സാറേ, ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് സാറേ, ഇതൊക്കെ കോടതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സാറേ താങ്കളുടെ വാക്കുകൾക്ക് ഒരു വിലയില്ല എന്ന് ജനങ്ങൾ അങ്ങ് കാണുന്നുള്ളതാണ്. ഞാൻ പറയാണ്, എൻ്റെ വീഡിയോയും ഫോട്ടോസ് ഉപയോഗിക്കൂ. പിറ്റേ ദിവസം ആരെങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി എന്ത് പറയും? നിങ്ങളിത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കില്ലേ? ഓക്കെ, അതല്ല വിഷയം, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഷെഫീന ബീവി പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സെലിബ്രിറ്റീസും ഗൾഫിൽ നിന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലൂടെ സ്വർണം ഒഴുക്കുന്നുണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ആർക്കും അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ്. കിട്ടിയ അവസരമാണ് എന്ന് കരുതിക്കൊണ്ട് അവരെ ഉപദ്രവിക്കുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഷെഫീന ബീവിനായിട്ട് ഒരു പരിചയമില്ല. അവരുടെ എല്ലാ വീഡിയോസും തുടർച്ചയായി കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. ഒരു വിഷയം വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ വീഡിയോസ് എടുത്ത് കാണാറുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ പുറത്തുവിടുന്ന ശബ്ദ സന്ദേശങ്ങൾ ഒരു ഉളുപ്പില്ലാതെ പുറത്തുവിടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ എന്നുള്ളതാണ്. ഇതൊന്നും സമ്മതിച്ചു തരാൻ ഇവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. വിഷയത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണക്കടത്താണ്. റൂഹിജാൻ എന്ന് പറയുന്ന വ്യക്തി ഷെഫീന ബീവിക്ക് ധൈര്യമില്ല ഇത് പുറത്തുവിടാൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിനുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. കാണാം. ഇപ്പൊ ഇവർ തന്നെ പറയുന്നുണ്ട്, പിന്നെ രേഷ്മയോട് ഇതെല്ലാം പറയുന്നുണ്ട്. സജിന പറഞ്ഞു, എന്ത് കിട്ടി സജിനയ്ക്ക്? സജിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു. സജിനയെ ദിയാസന എടുത്ത് വെച്ച് അറുമതിക്കുന്ന കണ്ടോ? ദിയാസന ഡ്രഗ് അടിക്കുന്നുണ്ടെന്ന്, ഈ പൊതുസമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സാധനം അവൾ യൂസ് ചെയ്യുന്നുണ്ടെന്നും അത് അവളെ കൊണ്ട് നടക്കുന്നവർ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നുള്ള കാര്യം വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് സംരക്ഷണമാണ് ഈ പറയുന്ന സജിനയ്ക്ക് കൊടുത്തത്? സജിനയ്ക്ക് വേണ്ടി സപ്പോർട്ട് പോലെ, അല്ലെങ്കിൽ അവൾ പറഞ്ഞൊരു കഴമ്പുണ്ട് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞപ്പോൾ സജിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു, സജിനയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു, എന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നടന്നത് ആണോ അല്ലയോ? ഇനി പറ, ഇരിക്കുന്ന തെളിവ് കൊണ്ട് ഞാൻ ഇറങ്ങിയാൽ എനിക്ക് ഈ തെളിവുകൾ തന്ന സ്ത്രീകളെ നിങ്ങൾക്ക് കൊല്ലണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതൊരു പോയിന്റാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എന്ത് സംരക്ഷണം കിട്ടും എന്നുള്ളതാണ്. കള്ളക്കടത്തുകാർക്കും പണമുള്ള ആളുകൾക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും, സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ മുകളാകാശം താഴെ ഭൂമി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇത്തരം തെളിവുകളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ പുറത്തു വിടണ്ട, നേരെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാം എന്നുള്ളൊരു കാര്യമാണ്. ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ അടൂർ ഒരു പിന്നെ അനാഥാശ്രമമുണ്ട്. അവിടെ പത്തനംതിട്ട അടൂർ എല്ലാ സ്ഥലം തന്നെ. അവിടെ ഈ പറഞ്ഞ രീതിയിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നൊരു ഇത് വന്നു. ഞാനാണ് അത് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന് ഈ വയ്യാത്ത കാലം കൊണ്ട് അവിടെ CWCയിൽ കയറി ഇറങ്ങി അവർ പോകില്ല, അവരെ കൊണ്ട് നിർബന്ധിച്ച് അത് ചെയ്യിച്ച് ആ സ്ഥാപനത്തിൽ അവരത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അത് പൂട്ടി. അന്നത് പൂട്ടാൻ എന്റെ ഒപ്പം നിന്നത് അവിടെ അന്തേവാസികളായിരുന്ന കുട്ടികളുടെ ടീച്ചർമാരാണ്. അതിലൊരു കുട്ടി ടീച്ചറിനോട് സത്യം തുറന്നു പറയുകയും എന്റെ മർമ്മഭാഗത്തേക്ക് മുളക് പൊടി കലക്കി ഒഴിച്ചെന്നും എന്നെ തല്ലിയെന്നും ഒക്കെ അവിടുത്തെ ടീച്ചർ ഉൾപ്പെടെ വന്ന് പറഞ്ഞു. അവിടെ ഒരു അമ്മ ജോലിക്ക് താമസിച്ചിരുന്ന അവർ വന്ന് പറഞ്ഞു. ഇവരൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം പബ്ലിക്കിൽ എടുത്തിട്ടിട്ട് അവർക്കൊക്കെ ആര് പ്രൊട്ടക്ഷൻ കൊടുത്തു? അവരെന്തോ ചിരിച്ചുകൊണ്ട് അവിടെ ലോഗിൻ ചെയ്തുകൊണ്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു അവർക്കെതിരെ? ഇപ്പോഴും അവർ മാന്യേ, അവരിപ്പോഴും അമ്മമാരുടെ ആശ്രമം അവിടെ നടത്തുന്നുണ്ട്. കുട്ടികളുടെ നമുക്ക് ബന്ധാക്കാൻ പറ്റി. നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തന്നോ? പകരം ഞാൻ അവരോട് 2 ലക്ഷം രൂപ ചോദിച്ചു എന്നൊരു പച്ചതോണ സ്ത്രീ അടിച്ചിറക്കി. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ?
എന്നോട് അജിതകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് എന്നോട് ചോദിച്ചതാണ്, എനിക്ക് 2 ലക്ഷം രൂപ സ്ത്രീ തരാനുണ്ട്, അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് കൊടുക്കാനുള്ള പണമാണ്, ആ പൈസ എനിക്ക് അവർ തന്നേ മതിയാവും, നിങ്ങൾ അത് സംസാരിക്കണം എന്ന്. ഞാൻ അവരുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട്, നിങ്ങൾ ഏറി പോകും, നിങ്ങൾ ആ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യൂ എന്നാ പറഞ്ഞു. ഉടനെ ഞാൻ ആ പൈസ ചോദിച്ചു എന്ന് വളച്ചൊടിച്ചുകൊണ്ട് വന്നു. പക്ഷെ അന്ന് സമൂഹം അത് ഏറ്റെടുത്തു. ഒത്തിരി പേരുണ്ട്. ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന അവൻ ഒത്തിരി മെനക്കെട്ടി, അതിന്റെ ഓണർ അവൻ ഒത്തിരി മെനക്കെട്ടു. പക്ഷെ അവൻ എത്ര കേസുണ്ടെന്നറിയോ? എത്ര കേസ് ആ പയ്യന്റെ പേർക്ക് വന്നെന്നറിയാമോ? നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോ? നിങ്ങൾ സംരക്ഷിക്കുമോ? സോൾ സംരക്ഷിക്കുമോ? എനിക്കറിയത്തില്ല. ഞാൻ ഇറങ്ങിയ ആ വിഷയത്തിൽ ഞാൻ സക്സസ് ആയി. ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു, ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. എല്ലാവരുടെ ഒറ്റക്കെട്ടായി മത്സരിച്ച് നിന്നതിന്റെ ബാക്കി പത്രം ആ പറഞ്ഞ അനാഥാശ്രമം എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ആ സ്ഥാപനത്തിന് ഞങ്ങൾ പൂട്ടിടാൻ സാധിച്ചു. അതെ, നമ്മളെല്ലാവരും അതത് കണ്ടതാന്നുള്ളതാണ്. അന്ന് ഷെഫീന ബീവി പുറത്തുവിടുന്ന വീഡിയോസും ഓഡിയോസും ഒക്കെ അതേപോലെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ അതെടുത്ത് റിയാക്ട് ചെയ്തു എന്നല്ലാതെ അതിന് പിന്നിൽ നടന്നിട്ടില്ല. ഇല്ലല്ലോ, പിന്നിൽ നടന്ന് അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നിയമ സാധ്യതകളിൽ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെഫീന ബീവി തന്നെയാണെന്നുള്ളതാണ്. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു യൂട്യൂബർ, ഞാനടക്കമുള്ള യൂട്യൂബർമാര് ഇവരത് ചെയ്ത് അടിപൊളി എന്ന് പറയാനുള്ള സമയം പോലും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാം കണ്ടന്റ് മാത്രം മതി, അത് കഴിഞ്ഞാൽ അടുത്ത കണ്ടന്റ് പിടിച്ച് പോകുന്നുള്ളതാണ്. ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശബ്ദ സന്ദേശം ഉണ്ട് കേട്ടോ. ഈ ശബ്ദ സന്ദേശം തീർച്ചയായിട്ടും കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ അറിയേണ്ട കാര്യമാണെന്നുള്ളതാണ്. കേരളത്തിലേക്ക് സ്വർണം ഒഴുകുന്ന ആ ഒരു ടീമിനെ കുറിച്ചിട്ടുള്ളതാണ്. ആ ടീമിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോയ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. കേൾക്കാം. എനിക്കൊരു വോയിസ്, ഒരു പെൺകുട്ടി, അവിടെ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എനിക്ക് കിട്ടുന്നു. ഞാൻ കമന്റ് ബോക്സ് മുഴുക്കാൻ നോക്കി. അവൾക്ക് അസൂയ കൊണ്ടാണ് അവളത് പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് സജിന പറഞ്ഞു? എന്തുകൊണ്ട് ആ സെക്സ് വർക്ക് ചെയ്യുന്ന കുട്ടി പറഞ്ഞു? എന്തുകൊണ്ട് അവിടെ വെയിട്രസ് ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടി പറഞ്ഞു? കാരണം അവരെല്ലാം ട്രാപ്പഡാണ്. അവർക്കൊന്നും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. കൂടുതൽ ആൾക്കാർ അതിനകത്തേക്ക് വന്ന് ചാടരുത്. ഇനിയും പെൺകുട്ടികൾ ഈ ഒരു സാധനത്തിൽ വിശ്വസിച്ച് കൂടുതൽ ആ പെൺകുട്ടികൾ അതിലേക്ക് വരാതിരിക്കാനുള്ള തടയെ ഞങ്ങളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. അതിനകത്ത് പെട്ടു നിൽക്കുന്നവർക്ക് വിട്ടു വരാനുള്ള സാഹചര്യമേ നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഇതുപോലെ ഒരു കരിയർ നഷ്ടപ്പെട്ടാൽ അവർക്ക് ചൂടാവും. അവർ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിന്റെ ചെറിയൊരു വിവരണം ഞാൻ കൊണ്ടുവന്ന് തന്നു. അതേപോലെ സജിനയ്ക്കെതിരെ ഒരു പെണ്ണ് വന്ന് സജിന വെറും ഫ്രോഡാണെന്ന് പറയുമ്പോൾ അവൾ യഥാർത്ഥ കരിയർ ആണെന്നും കൊണ്ടുവന്ന സ്വർണം അവൾ മുക്കി എന്നുമുള്ള അവൾ തന്നെ പറയുന്ന സൗണ്ട് ഞാൻ പബ്ലിഷ് ചെയ്തു. എന്നിട്ട് എത്ര പേര് അതെടുത്തു? എത്ര പേര് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു? പറഞ്ഞേ. തെളിവ് ഞാൻ ഒന്നാണ് ഞാൻ പുറത്തുവിട്ടത്. ആ തെളിവില് അവൾ കരിയർ ആണെന്ന് പറയുന്നുണ്ട്. അവൾക്ക് സ്വർണം കൊടുത്തു വിട്ടവൻ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവനാണ് അതിന്റെ ഏജന്റ് എന്നുള്ളത് എന്റെ ഇരിക്കില്ല എവിഡൻസ്. എന്നെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചോ? ആ ഏജന്റിന്റെ നമ്പർ എനിക്ക് കൊണ്ടാ ഞാൻ അവനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞോ? ദുബായ് ബേസിൽ നടക്കുന്ന ഒരു ക്രൈമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്, എല്ലാ തെളിവുകളും ഉണ്ട്. എന്റെ ഫോൺ എപ്പോഴും വേണമെങ്കിലും പോലീസ് എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിത് ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എന്റെ മകൻ അറിയുന്ന കാര്യം, ഈ ചാനലല്ലാതെ മറ്റു ചാനലുകൾ ഞങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് സേവ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ചാനലുകൾ റെസ്ട്രിക്ഷൻ വന്നാൽ അതിൽ കൂടെ ആ സാധനം പുറത്തു വിടാനുള്ള ഏറ്റവും ഈസിയായ പരിപാടി ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അന്ന് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം ഇട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ശബ്ദ സന്ദേശം കേൾപ്പിച്ചു തരാം. ഇത് കേരള പോലീസ് ഇവരെ നേരിട്ടിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഡാറ്റയാണ്. പക്ഷെ പോലീസ് ബന്ധപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയാനാണ് അല്ലേ? ഒരുപാട് ഡിഫർമേഷൻ കേസൊക്കെ വരാറുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ഇതൊക്കെ കോടതിയിൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇവരിടുന്ന ഇത്തരം വീഡിയോസിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല? അന്വേഷണങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. നിങ്ങൾ ഈ ശബ്ദം ഒന്ന് കേട്ടു നോക്കിയേ. മെസ്സേജ് അയച്ചാൽ എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. എനിക്കത് എന്റെ ക്ലിയർ ചെയ്തേ പറ്റൂ. കാരണം ഞാൻ ഈ ഒരുമാതിരി കേക്കണേനൊക്കെ ഒരു വാശി എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ വാശിക്ക് പറയാം, അവർക്ക് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് ഗവൺമെന്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടും അവര് ചെയ്തൊരു കള്ളത്തരം. മറ്റവർക്ക് എന്ന് വെച്ചാൽ അവരുമായിട്ട് എന്തോ പൈസയുടെ എന്തോ അവർ തമ്മിൽ എന്തോ ഇടപാടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെന്തോ കൊടുക്കാതിരിക്കുക, അത് ഞാൻ അറിയേണ്ട ആവശ്യമുള്ള കാര്യമല്ല. എനിക്ക് ഒരു വർക്ക് കിട്ടി, ഇന്നൊരു സാധനം ഒരാൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന ഈ സാധനം ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടു തന്നിട്ടുണ്ടെന്നാണെങ്കിൽ അവരതിന്റെ എത്രയെന്ന് ശരിക്കും എന്റെ പേയ്മെന്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇവരല്ല ഈ ലോകത്ത് ഏതൊരു മനുഷ്യന്റെ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ഡീൽ ചെയ്യുന്ന വെച്ചാൽ എനിക്കത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂന്നാണ് ഞാൻ പറ്റൂന്നല്ലേ പറയാ. അപ്പൊ ഈ ഇന്ന സാധനം എന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്മഗ്ലിങ്ങിൽ കൂടെ സ്വർണ്ണക്കടത്ത് എന്നുള്ളത്. ഇത് ചെയ്തു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ പറയുന്നത്. അവരുടെ വീട്ടിൽ ആളുകൾ വരും അത്രേ. അതായത് ഈ സ്വർണം ഇവരങ്ങ് അടിച്ചു പറ്റി നൈസായിട്ട്. ഈ സ്വർണം തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ഈ സ്വർണം കൊടുത്ത ടീം, ഒരു ജ്വല്ലറിയുടെ പേരൊക്കെ പറയുന്നുണ്ട്, ആ ടീം ഇവരെ നിരന്തരമായിട്ട് വീട്ടിൽ വന്ന് ഉപദ്രവിക്കുക എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് വാശിപ്പുറത്ത് പിടിച്ചു വെച്ചു എന്നാ പറയുന്നത്. എത്ര വലിയ രാജ്യദ്രോഹ കുറ്റ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടോ ഇത് പുറത്ത് വിട്ടിട്ട് ആരെങ്കിലും മിണ്ടിയില്ല. ആ വീഡിയോയുടെ വ്യൂവും വളരെ കുറവാന്നുള്ളതാ. ഞാനിവിടെ ദുബായിൽ വന്നിട്ട് എന്റെ 11ാമത്തെ വർഷമാണ്. ഈ 11 വർഷത്തിൽ എനിക്ക് എന്നെയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും പോയിട്ട് ഇവരെന്ത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് ഇവര് 100 ആൾക്കാരുടെ അടുത്ത് ഇത് പറഞ്ഞ, അതായത് ഇവര് 3-4 ആൾക്കാരോടാണ് പറഞ്ഞത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്നതാണ്. മനസ്സിലായി? ഇത് കറങ്ങിത്തിരിഞ്ഞ എന്താണ്, നമ്മളോട് ആത്മാർത്ഥതയുള്ള ആൾക്കാർ ഇതൊന്ന് 2 പേര് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താണ് സംഭവം. ഞാൻ എന്റെ ഉള്ള കാര്യം പറഞ്ഞു, എനിക്ക് കിട്ടിയ ഒരു വർക്കാണ് ഞാൻ ചെയ്തത്. ഇതിൽ ഇങ്ങനത്തെ ഒരു തലതിരിഞ്ഞ ഒരു പരിപാടി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട കാര്യം എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവുന്നില്ല. എനിക്കിപ്പോ ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ എന്റെ ആവശ്യത്തിനായിട്ട് ചെയ്ത്, ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കണല്ലോ. എന്റെ ഭാഗത്ത് ഇപ്പൊ ഒരാൾ കട്ടെടുക്കണം, എന്തിനാ ഒരാൾ കള്ളത്തരം കാണിക്കുന്നത്? അവരുടെ അവസ്ഥ കൊണ്ടാണ്, ഞാൻ എന്റെ അവസ്ഥ കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ അതൊരു ഇതിന് കൈ കൊടുത്തത്.
മനസ്സിലായി. എനിക്ക് ഇതിൽ ആരെയും ഒറ്റിക്കൊടുക്കാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാനൊരു തെറ്റ് ചെയ്തത് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഞാൻ ഈ സാധനം തിരിച്ചു കൊടുക്കാഞ്ഞ കാര്യം അമ്മാതിരി ഇവരുടെ മരിച്ചു. ഇവർക്ക് അന്വേഷിക്കാം, ഇവരുടെ മുതൽ പോയി, ഇവർക്ക് അതായത് സ്വർണം കൊടുത്തു, ഈ സാധനം ഇവിടെ കൊണ്ടെത്തിച്ചു കൊടുത്തില്ല. എയർപോർട്ടിൽ കൊണ്ട് കൊടുത്ത സാധനം എയർപോർട്ടിൽ നിന്ന് അവൾ വെളിയിൽ കൊണ്ടുവന്നിട്ട് ഇവൾ അതുമായിട്ട് മുങ്ങി. മറ്റുള്ളവര് ഈ കൊടുത്ത ആൾക്കാർ ഈ സ്വർണത്തിന് വേണ്ടി അന്വേഷിച്ച് പോയ കഥയാണ് ഈ പറയുന്ന മുടുക്കത്തി. ഇത് ഇല്ലീഗലാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മുടുക്കത്തി, വല്ലാത്ത മിടുക്കത്തി തന്നെയാണ്. എന്തായാലും കൊള്ളാം. ഇവർ സജ്ജനക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുട്ടോ മുൻപ്, ഞാനതൊന്നും കണ്ടിട്ടില്ല. ആ ഒരു സമയത്ത് കുറെ കാര്യങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഒരു വെള്ളപ്പാച്ചൽ പോലെ വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് കുൽസിതാണ് കൂടുതൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളും വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ദുബായുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആളുകൾക്കത് വേണ്ട. ആളുകൾക്ക് വേണ്ടത് മറ്റെന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിനെതിരെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ എന്നെ എതിർക്കുമ്പോൾ എനിക്ക് എന്റെ ജീവന് പോലും അപകടം ഉണ്ടായിട്ട് ഞാനിത് പുറത്തേക്ക് വന്ന് പറയുന്നത് നിങ്ങളൊന്ന് അലർട്ടാകാനാണ്. സാധിക്കുമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോസൊക്കെ കേരള പോലീസ് കാണുകയാണ് എങ്കിൽ ഷെഫീന ബീബി ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, അവരുടെ കയ്യിൽ കൃത്യമായ ശബ്ദ സന്ദേശം കിടക്കുന്നു, അതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം. എത്രത്തോളം സ്വർണ്ണം അവർ കേരളത്തിൽ കൊണ്ടുവന്നു, ഏതൊക്കെ സെലിബ്രിറ്റി മുഖാന്തരമാണ് അത് കൊണ്ടുവന്നതൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെയും നമ്മുടെ രാജ്യത്തെയും തകർക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ച് അന്വേഷണം കൊണ്ടുവരിക തന്നെ വേണം. അൻസിബ ഇഷ്യൂ വന്നു. അൻസിബ അതിനകത്ത് ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഇൻവോൾവ്ഡ് ആണ്. ലക്ഷ്മിപ്രിയ ഡയറക്റ്റ് ഇൻവോൾവ്ഡ് ആണ്. എന്നിട്ട് ഒരാൾ ആ വിഷയം എടുത്തു. അൻസിബയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അൻസിബയെ ചേർത്ത് പറഞ്ഞ ആ പയ്യൻ പക്കാ പറഞ്ഞു, നീ വായ തുറക്ക്, നീ അറിഞ്ഞ രഹസ്യം വായ തുറക്കുന്നു. ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന അൻസിബയ്ക്കില്ലാത്ത ഗഡ്സ് എനിക്ക് വരണമെന്ന് റൂഹി വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. സംഭവം ശരിയാണ്. അൻസിബ അന്നത്തെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും അത് കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അതൊക്കെ പുറത്തുവിടുക തന്നെ ചെയ്യണം. പക്ഷേ ഈ അഭിനേതാക്കളും സെലിബ്രിറ്റികളായ ആളുകളൊന്നും അത് ചെയ്യാറില്ല. പരമാവധി അവരത് കോടതി മുഖാന്തരമാണ് എത്തിക്കാറ്. 8ഓളം വരുന്ന ആളുകളെയും കൊണ്ടു നടന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നവളാണ് രേണു എന്ന് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ ഇവിടുന്ന് എറണാകുളം വരെ എന്റെ വണ്ടി ഞാൻ തനിച്ചോടിച്ചു പോയി ആ വിപിൻ ഡാനിനെ കൊണ്ട് ആ വിഷയം പബ്ലിക്കിൽ ഇട്ടവളാണ് ഞാൻ. എനിക്കെന്ത് കാര്യം? അത്രയും മെനക്കെട്ട് അവിടെ വരെ പോകേണ്ട കാര്യമുണ്ട്. പക്ഷെ ആ വിഷയം എടുത്ത് ചെയ്ത എല്ലാ നാറികളും കഴിഞ്ഞ ഒരാഴ്ചയായി എന്നെ എടുത്തു ചുടുക്കുകയാണ്. ശരിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ വീടിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ പോലും വ്യത്യസ്തമായിരിക്കും. പക്ഷെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തി എടുത്ത് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ വല്ല ശബ്ദ സന്ദേശങ്ങളും ആവാം, അത് ഇന്ന ആളുടേതാണെന്ന് അവർ സ്വയം അങ്ങ് പ്രഖ്യാപിക്കും. എന്നിട്ടോ പള്ളിയൊക്കെ അവർ പോയി പിടിക്കും ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ ഒരു വീഡിയോയിൽ നിന്നൊരു ശബ്ദ സന്ദേശം എടുത്ത് കൊണ്ടുപോയിട്ട് അത് ഇന്ന ആളുടേതാണെന്ന് കുറെ ആളുകൾ പറയുന്നു, അത് ഞാനാണെന്ന് പറഞ്ഞ ഒരാൾ രംഗത്ത് വരുന്നു. എനിക്കൊരു പിടുത്തമില്ല. ഞാനത് ഇന്ന ആളാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ എടുത്തു കൊണ്ടുപോകുന്ന ആളുകളാണത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ഇവിടെ വിബിൻലാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കാര്യത്തിൽ ആളുകൾ ഈ വീഡിയോ എടുത്ത് കൊണ്ടുപോയി. പിന്നെ നടന്നതൊക്കെ നമ്മൾ കണ്ടതാണെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പൊ ബിഷപ്പിന്റെ വിഷയം വന്നു. നിങ്ങൾക്ക് അറിയുമോ ഈ ഒരു മുട്ടച്ചീത ഫോട്ടോ ഇല്ലേ, ആടിന്റെ മുഖമുള്ള ചുണ്ടി ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്ന ആ ഫോട്ടോ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പലരും ചോദിച്ചു. എല്ലാവരും വിചാരിക്കുന്ന FB എടുക്കുന്നു. അല്ല, എനിക്കത് അയച്ചെന്ന ബിഷപ്പാ. ആ ഫോട്ടോ എനിക്ക് അയച്ചെന്ന ബിഷപ്പാ. വട വെച്ച കാര്യവും വട ചെറുതാണെന്ന കാര്യവും വട വിറ്റ കാര്യവും അത്തരം വീഡിയോസ് എനിക്ക് അയച്ചു തന്നത് ബിഷപ്പാണ്. അതിന് വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് അയച്ചു തന്നത് ബിഷപ്പാണ്. പറയാനാണെങ്കിൽ എമ്പാടും എനിക്ക് പറയാനുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ട്. കേട്ടില്ലേ? പിന്നാമ്പുറ കളികൾ വല്ലാത്ത കളികളാണെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, പല ആളുകൾക്കും അറിയാം. പക്ഷെ ഇതൊക്കെ തുറന്നു പറയാൻ ഭയപ്പാട് കൊണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളതാണ്. ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന ഈ സ്വർണ്ണക്കടത്ത്, സ്മഗ്ലിങ്, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുക. കുൽസിതം എന്ന് പറഞ്ഞ ആൾക്കാർ കാണാൻ വരുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ കൂടെ ആളുകൾക്ക് ഒരു താല്പര്യം വേണം, അത് തുറന്നു കാണിക്കുക തന്നെ വേണം. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട് ആളുകളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുടെ അഭിപ്രായങ്ങളും ഉണ്ടാവും, കമന്റ് ഇടുന്ന ആളുകളുടെ അഭിപ്രായങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായ ആളുകളാണ് തീർച്ചയായിട്ടും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളതാണ്. ആദ്യമൊക്കെ അവർ പറയും എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യൂ, എന്ത് വേണമെങ്കിലും ചെയ്യൂ. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു കേസും കൊടുക്കും. എൻ്റെ ഫോട്ടോ, എൻ്റെ വീഡിയോ, എൻ്റെ ശബ്ദം, നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്ന വീഡിയോസ് ഞങ്ങളൊക്കെ അലമാരയിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അസഭ്യ വർഷം ഒരു വീഡിയോയിലും ഞാൻ എവിടെയും പറയാറില്ല. തുടർന്നും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഒരു തെറി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഉച്ചത്തിൽ ഉറക്കെ സത്യങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും. തലയങ്ങ് പോയാലും ഈ പരിപാടി ഒന്നും അവസാനിപ്പിക്കില്ല. ഏറിയാൽ എന്താ, കൊല്ലാനല്ലേ പറ്റുള്ളൂ. ഇങ്ങ് വാ, 2 കൈകളില്ലേ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളും സന്ദീപ് പാൾ സൈനിങ് ഓഫ്.